അർജുനെ, അർജുനെ. അത് ശരി, ഇവിടെ എന്നിട്ട് നീ വിളിയേക്കാത്തത്? അർജുനെ, എടാ നിന്റെ പേര് അർജുൻ തന്നെയല്ലേ? കുറെ നേരമല്ലേ ഞാൻ വിളിക്കുന്നേ. ഇവനിതെന്ത് പറ്റി? നീ എന്നോട് മിണ്ടണ്ട. അതെന്താ പെട്ടെന്ന്? നമ്മൾ ഇന്നലെ രാത്രിയെല്ലാം പറഞ്ഞു ശരിയാക്കിയതല്ലേ? നീ എന്നോട് മിണ്ടണ്ട. നീ കാര്യം പറ. എന്തേ കാര്യം എന്താന്ന് മോക്കറിയില്ല? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. നീ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയോ? ആ പോയി. ആരുടെ കൂടെ? ചിന്നുന്റെ മീരനും കൂടെ. എന്തേ? എന്നെ നീ വിളിച്ചോ? ഇല്ല. ആ അതന്നെ, മിണ്ടണ്ട ഇനി എന്നോട്. നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എന്റെ പൊന്നോ, ഒന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കത്തേനാണോ? അർജുനെ, തെറ്റല്ലടാ. തെറ്റു. നീ എന്നോട് മിണ്ടണ്ട. നിനക്കിപ്പോ ബാക്കിയുള്ളവരെ കിട്ടിയതിനു ശേഷം എന്നെ വേണ്ടല്ലോ. ആര് പറഞ്ഞു നിന്നെ വേണ്ടാന്ന്? നീ എന്റെ സ്വത്തല്ലേ. പിന്നെ സോപ്പിട. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഫുഡ് കഴിച്ചില്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയല്ലോ. നമ്മളിവിടെ ഫുഡ് കഴിച്ചാലും ഫുഡ് കഴിച്ചില്ലെങ്കിലും ആർക്കെന്താ? എന്റെ കാര്യം നോക്കാൻ മാത്രം ആരുമില്ല. എന്റെ പൊന്നേ, ഞാൻ 5 വയസ്സുള്ള കുട്ടീനെയാണോ കല്യാണം കഴിച്ചേ? അർജുനെ, നീ ഒന്ന് അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ട് നോക്ക്. എന്താ? സോറി, ഇനി പോകുമ്പോ നിന്നെ വിളിക്കാം. എനിക്കാരും സോറി ഒന്നും വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? നിന്റെ പ്രശ്നം എന്താ? ഇപ്പോ ഞാൻ നിന്നെ കൂട്ടാതെ പോയി ഫുഡ് കഴിച്ചു, അത്രേ ഉള്ളൂ. അത് മാത്രമൊന്നല്ല, നീ ഇന്നലെ ഞാനൊന്നും എന്നോടൊന്നും മിണ്ടുപോലും ചെയ്തില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഞാനൊന്ന് ഫുഡ് കഴിച്ചോന്നെങ്കിലും ചോദിച്ചോ? എന്റെ ഭഗവാനേ, അതിനും സോറി മതിയോ? എനിക്ക് നിന്റെ സോറി വേണ്ട. പിന്നെ എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും തരുമോ? എന്നെ കൊണ്ട് പറ്റുന്നാണെ തരാം. അങ്ങനെയാണെ വാ. എങ്ങോട്ട്? ഫുഡ് കഴിക്കാൻ. അത് ഞാൻ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? എനിക്ക് നീ വാരി തരണം. അങ്ങനെയൊക്കെ ചെയ്താ നീ എന്നോട് മിണ്ടോ? ആലോചിക്കാം. എന്നാ വാ. ഈശ്വരാ, ഇതാ പറയുന്നത് ചെറിയ കുട്ടികളൊന്നും കല്യാണം കഴിക്കരുതെന്ന്. ചിന്നോ, മതിയടി, നിർത്ത്. നീ എത്ര ദിവസം എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കും? ചേട്ടൻ എന്താണോ ശ്രീലക്ഷ്മിയോടുള്ള ഫ്രണ്ട്ഷിപ്പ് വിടുന്നത് അതുവരെ ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ അവളോടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ട് നീ എന്നോട് മിണ്ടടി. ഇല്ല. ചിന്നോ, എന്താണ്? ഹേയ്, കേട്ട് വെറുപ്പ് പിടിക്കുന്നു എനിക്ക്. അങ്ങനെങ്കിലും നീ ഒന്ന് മിണ്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ നിന്റെ പേരിങ്ങനെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് മിണ്ടടി, മതി. ഒന്ന് നിർത്ത് ചിന്നോ. നല്ല കുട്ടിയല്ലേ, ഞാൻ ഐസ്ക്രീം വാങ്ങി തരാം. എനിക്കൊന്നും വേണ്ട ഐസ്ക്രീം. ചേട്ടന്റെ ശ്രീകുട്ടിക്ക് കൊണ്ട് കൊടുക്ക്. എന്നാ ഞാൻ കൊണ്ടു കൊടുക്കട്ടെ? ഓ, മാങ്ങ തരേ. എന്നെ എന്ത് വേണേ വിളിച്ചോ. ഈ അടിയൊന്ന് നിർത്ത് പ്ലീസ്. ഇല്ല. നോക്ക്, അനുവൊക്കെ അർജുനോട് മിണ്ടിട്ടോ. നമ്മള് മാത്രമേ റെഡി ആവാത്തുള്ളൂ. അത് ചേട്ടന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയല്ലേ. ഞാൻ എന്ത് ചെയ്തടി? അർജുനേട്ടന് പ്രശ്നമില്ല. അർജുനേട്ടനോടല്ല അവൾക്ക് നോട്ടം, ചേട്ടനെ അവൾക്ക് നോട്ടം. ഇതാ പറയുന്നത് കല്യാണം കഴിക്കണം. നീ കാര്യമായിട്ട് പറഞ്ഞതാ? എന്നാ വാ, നമുക്ക് പോയി കല്യാണം കഴിക്കാം. ഓ, എന്നെ വെറുതെ ടെമ്പർ കയറ്റരുത്. ചിന്നോ, ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കടി. എന്താ ചേട്ടാ പ്രശ്നം? എന്ത് പ്രശ്നം? ഇന്നലത്തെ സെയിം പ്രശ്നം തന്നെ. പാവണ്ട് ചിന്നോ, മിണ്ടിക്കാള്. ഞാൻ മിണ്ടൂല. ചേട്ടാ, അവൾ ഒരു നടക്കൊന്നും ഒതുങ്ങൂല. ഓഹോ, നീ ഒതുങ്ങൂല? നിന്നെ ഞാൻ ഒതുക്കി കാണിച്ചട്ടെ. എങ്ങനെ? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. വേണ്ടേ? എന്നാ മര്യാദയ്ക്ക് മോള് മിണ്ടിക്കോ. ഞാൻ മിണ്ടൊക്കെ ചെയ്യാം, പക്ഷെ എനിക്കൊരു പ്രോമിസ് തരണം. ഇനി എന്ത് പ്രോമിസ്? പെൺകുട്ടികളോട് സംസാരിച്ചോ, പക്ഷെ കുഞ്ചിക്കൊള്ളാനൊന്നും നിൽക്കരുത്. ഇല്ല. പിന്നെ വേറൊരു കണ്ടീഷനും കൂടി. ഇനി എന്താ? ആരെങ്കിലും മാരീഡ് ആണോ എന്ന് ചോദിച്ചാ കമ്മിറ്റഡ് ആണെന്ന് പറയണം. ശരി. ഒന്ന് തിരിഞ്ഞു നോക്കുവോ മഹാറാണി? ഈ കടന്നിൽ കുത്തിയമാരി വെക്കല്ലേ മുഖം, ഒരു രസല്ല. ഞാൻ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓക്കെ അല്ലേ? ഒന്ന് ചിരിക്കടോ. ഇനി ഞാൻ വേറെ പെൺകുട്ടികളോട് കണ്ടാണ്ടല്ലോ. പക്ഷെ എന്റെ പൊന്നോ, നിന്റെ ജന്മത്തിൽ ഞാൻ വേറൊരു പെൺകുട്ടിനോട് സംസാരിക്കൂലേ. അതാണ്. ചേടാ, ഇതൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു. നമുക്ക് മാത്രം ആരുമില്ല. ഉള്ള ഒരുത്തനാണെങ്കിൽ എന്റെ നേരെ ഓപ്പോസിറ്റും. വല്ലാത്തൊരു ഗതികേടാ. ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഞാൻ ഫോണൊന്ന് എടുക്കട്ടെ, ഒരു മിനിറ്റ്. എടുക്ക്. ഹലോ ചേട്ടാ. ചേട്ടനോ? ചേട്ടൻ തന്നെ. അവക്കൊണ്ടല്ലേ ചേട്ടൻ. എന്താണ് അവൻ ഇപ്പൊ വിളിക്കാൻ? നോക്കാം നമുക്ക്. ഇന്നോ? ഒരു വാക്ക് വിളിച്ച് പറഞ്ഞുകൂടാനില്ല നേരത്തെ? ഞാൻ വീട്ടിലില്ല. ശരി, വരാം. ചാവി 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 ആന്റിന്റെ അടുത്തുണ്ടാവും. ശരി, വെച്ചോ. ആരാ? ചേട്ടനാ. ചേട്ടനാ? അതെ. അതിനെന്താടി, അവനെന്ത് തന്നെ വിളിച്ചൂടെ? വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അവൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. എന്ന്? ഇന്ന് ഈവനിങ് എത്തുന്നാ പറയുന്നേ. എന്നോടും അവൻ എത്തുമ്പത്തേ വീട്ടിലേക്ക് വരാൻ. അയ്യോ, അപ്പൊ നമ്മളെ ട്രിപ്പോ? നിങ്ങൾ എൻജോയ് ചെയ്യ്, ഞാൻ പോവാ. അത് വേണ്ട, നമുക്കെല്ലാവർക്കും പോവാന്നാ. അർജുനും പറയുന്നുണ്ടേനു മറ്റന്നാളെ ഇതൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പൊ നമ്മള് പോണെന്നാ? നമുക്ക് പിന്നൊരു ദിവസം വരാം. ചേടാ, എന്തൊരു കഷ്ടാ. ഇവരിപ്പോ വരാൻ കണ്ട നേരം. നിന്റെ ചേട്ടനല്ലേടി? അവനെ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല. നിന്റെ ചേട്ടൻ എന്താ ജോലി? അവൻ ഡോക്ടറാ.
ഡോക്ടറോ? എന്തിന്റെ? അവൻ ന്യൂറോ സർജനാ. എന്റെ അമ്മേ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ? ചെയ്തോ. അർജുനോടും കൂടി പറ. ശരി. സർജനേട്ടാ, എന്തേ? ഞാനൊരു കാര്യം പറയട്ടെ? പറ. സർജനേട്ടൻ പോയിട്ട് എന്റെ ചേട്ടനെ സോപ്പിട്ടാ മതി. എന്നാ നമ്മളെ കാര്യം ഈസി ആവും. എങ്ങനെങ്കിലും ഒന്ന് സോപ്പിട്ട് കയ്യിലെടുക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്റെ ഫ്യൂച്ചർ അളിയനല്ലേ. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമില്ല കേട്ടോ. അവനെ ഒരു വൃത്തിയുടെ സ്വഭാവ. നിന്റെ സ്വഭാവല്ലേ? എന്റെ സ്വഭാവമല്ല. അവൻ ഒരുമാതിരി കാണുന്നവരൊക്കെ ഡൗട്ടാ. അതാ പറഞ്ഞ നിന്റെ സ്വഭാവം. ഇതേ ഒന്ന് തന്നാണ്ടല്ലോ. വെറുതെ പറഞ്ഞതാ. നീ അതിന് തെറ്റല്ലേ? എടി, നിനക്ക് സങ്കടമൊന്നുമില്ലേ? എന്തിന്? അല്ല, ട്രിപ്പ് വേഗം കഴിഞ്ഞു പോയതിന്. അതിനിപ്പോ എന്താ, നമുക്കിനി വന്നൂടെ? എനിക്ക് വയ്യ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഓഫീസിൽ പോവാൻ. മടിയും തന്നെ. എടി, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. നമ്മള് മാത്രം ഇവിടെ നിൽക്കുക പറഞ്ഞാ അത് രസം ഉണ്ടാവില്ല അർജുനെ. നമുക്ക് പോവാ. നിനക്ക് അവിടെ ഓഫീസിൽ പോയിട്ട് ആരെ കാണാനാ? എനിക്ക് അശ്വിനെ കാണാലോ. ആരെ കാണാൻ? അശ്വിനെ കാണാൻ. എനിക്ക് നിന്റെ ഈ അളിഞ്ഞ മുഖം കാണാൻ ഭയങ്കര ഇഷ്ടാ. അളിഞ്ഞ മുഖമല്ലേ? അശ്വിനെ കാണല്ലേ നമുക്ക്? ഞാൻ കാണിച്ചു തരാം. അർജുനെ വേണ്ടേ? അശ്വിനെ കാണണ്ടേ? കാണണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. കാണണല്ലോ. അർജുനെ പ്ലീസ് വേണ്ട. ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്റെ അളിഞ്ഞ മുഖം മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പേടിയുണ്ട് കേട്ടോ. പേടിയാവുന്നുണ്ടോ? പേടിക്കൊന്നും വേണ്ട. പ്ലീസ് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിന്നെങ്ങനെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? സോപ്പിടല്ലേ? സോപ്പിട്ടതല്ല, കാര്യമായിട്ട് പറഞ്ഞാ. മാറിയോ നിന്റെ പേടി? കുഴപ്പമില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ചേട്ടാ. ആ മീരയോ? എന്തേ, വണ്ടി വന്നോ? അയ്യോ, വണ്ടിയൊന്നും വന്നിട്ടില്ല. ഞാൻ വെറുതെ ചേട്ടനെ കാണാൻ. എന്നെ കാണാനോ? എന്തു പറ്റി? ഇന്നും കൂടെ അല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അയ്യോ അങ്ങനെയല്ല, ഇന്നും കൂടെ അല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ചുണ്ടാവുള്ളൂ, അത് പറഞ്ഞതാ. ഓ അങ്ങനെ. നാളെ ഷൂട്ടുണ്ടോ? ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. നാളെ ഫ്രീ ആണെങ്കിൽ വീട്ടിലേ വാ, നമുക്ക് അവിടെ ഒരു പാർട്ടിക്ക് സെറ്റ് ചെയ്യാം. എടാ, നാളെ ഞാൻ ഫ്രീ അല്ല. കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്, അതാ. സോറി ട്ടോ. കുഴപ്പമില്ല. ഞാൻ ചേട്ടന് ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യോ? എന്റെ മെയിൻ അക്കൗണ്ടിലേക്കാണോ അയച്ചത്? അതെ. ഞാൻ മെയിൻ അക്കൗണ്ടിൽ ആരും ഫോളോ ചെയ്യില്ലടാ, സോറി ട്ടോ. കുഴപ്പമില്ല. ചേട്ടൻ അങ്ങോട്ട് വാട്ടോ, ഞാൻ പോട്ടെ. ആ ഓക്കെ. പിന്നെ ചേട്ടാ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ? എന്തെടാ? താങ്ക് യു ട്ടോ. എന്തിന്? അല്ല, ഇത്രയും ദിവസം എനിക്ക് കമ്പനി തന്നേനെ. ഞാൻ ആദ്യമായിട്ടാ ഒരാളായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട് ആവുന്നേ. ഐ മീൻ ഇൻ ബോയ്സിൽ കേട്ടോ. ചിന്നുവിനെ അങ്ങനെയല്ല. മനസ്സിലായി. വെൽക്കം. എന്തായാലും ഞാനൊരു താങ്ക്സ് പറഞ്ഞേക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഇയാളൊന്നും സംസാരിക്കുന്നതിന്. വെൽക്കം. പിന്നെ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല മാച്ച് ആവുന്ന ഡ്രസ്സാ. ശരിക്കോ? രസമുണ്ടോ? അതെ.
ഭയങ്കര എക്സൈറ്റഡ് ആവുന്നത് എന്തിനാ? ഇത് ജസ്റ്റ് ഒരു കോംപ്ലിമെന്റ് അല്ലേ? എനിക്ക് ഇങ്ങനത്തെ കോംപ്ലിമെന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടാ, പ്രത്യേകിച്ച് ചേട്ടൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടുമ്പോ. എന്താ? ഒന്നുമില്ല, ഞാനങ്ങോട്ട് പോട്ടെ. ശരി. ഇവളെന്താ ഭയങ്കര ഇമോഷണലായി സംസാരിക്കുന്നേ? ആ, എന്തെങ്കിലൊക്കെ ആവട്ടെ. എന്തേ എനിക്ക് നോക്കിക്കൂടെ? നോട്ടത്തിൽ എന്തോ ഒരു വശപശക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നു. എന്ത് വശപശക്ക്? അത് നിനക്കല്ലേ അറിയൂ. മാങ്ങാത്തല അടങ്ങിന്നോട്ടോ. നീ എന്തിനാടി എന്നെ മാങ്ങാത്തലയാന്ന് വിളിക്കണേ? ഇഷ്ടം കൊണ്ട്. എനിക്ക് സ്നേഹം കൊടുക്കുമ്പോ ഞാൻ ചേട്ടനെ പലതും വിളിക്കും. ആഹാ, നീ പലതും വിളിക്കും? വിളിക്കും. ആഹാ, എന്നാ ഇപ്പൊ എന്താ വിളിക്കാൻ തോന്നുന്നത്? എന്താ മോന്റെ ഉദ്ദേശം? എനിക്ക് ചില ഉദ്ദേശം ഉണ്ടെന്നേ. ഇടിച്ചു ഞാൻ. കണ്ടോ, ഇത്രേ ഉള്ളൂ. നീ ഇതിന് പിണങ്ങല്ലേ? ഞാൻ പിണങ്ങൊന്നുമില്ല. നിന്റെ ചേട്ടൻ വന്നാ ഞാൻ നിന്നെ എങ്ങനെ കാണും? നമ്മളൊക്കെ ദിവസം കണ്ടില്ലെന്ന് വെച്ചപ്പോ എന്താ? അതെന്താടി അങ്ങനെ? ചേട്ടൻ എന്നെ ദിവസം കണ്ട ബോറടിക്കൂലേ? എനിക്ക് ബോറടിക്കണേ ഞാൻ നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കോ? വേണമെങ്കിൽ ഒരു ജന്മം മൊത്തം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അയ്യടാ, നീ പറ, നിന്റെ ചേട്ടൻ വന്നാ ഞാൻ എങ്ങനെ കാണും? ചേട്ടൻ വന്നാ ഞാൻ വിളിക്കാം. വിളിക്കുന്ന കാര്യമില്ല, നേരിട്ട് കാണുന്ന കാര്യമാണ് ചോദിച്ചത്. നേരിട്ട് കാണാൻ എന്തേലും വഴിയുണ്ടാവും. അവൻ പുറത്തു പോകുമ്പോ ഞാൻ വരാം. വരണം കേട്ടോ. നിന്റെ ചേട്ടൻ വന്നാ നീ എന്നെ മറന്നു പോവോ? അങ്ങനെയൊക്കെ മറക്കാൻ പറ്റേ മുതലേ? പറ്റൂല. എനിക്ക് പറ്റൂല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നെ അത്രക്ക് ഇഷ്ടാ? ഒരുപാട്. ശരിക്കും? സജിൻ? ആരിത്? ശ്രീലക്ഷ്മിയോ? ശ്രീലക്ഷ്മി. എങ്ങനെയുണ്ട്? രസമുണ്ടോ? മറ്റേ മാരേജിന് പോയിരിക്കും അല്ലേ? അതെ. എങ്ങനെയുണ്ട്? കൊഴപ്പില്ല. കൊഴപ്പില്ലാന്നേ ഉള്ളൂ. രസല്ലേ? കൊഴപ്പില്ലാന്ന് പറഞ്ഞല്ലോ. ഇതാരാ? ഇത് പറഞ്ഞു കൊടുക്ക അങ്ങോട്ടെ. എന്താ പറയണ്ടേ? ആരാന്ന് ചോദിച്ചില്ലേ, അതങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഫ്രണ്ടാന്ന് പറയാലേ? പിടിച്ച് നുള്ളരുത്. പറയാം. അല്ല, ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഇവള് എന്റെ ഫ്യൂച്ചർ വൈഫാ. ഫ്യൂച്ചർ വൈഫോ? അതെ. നീ എന്ത് വിചാരിച്ചേ? അതായത് ഫിയൻസി ആണോ? അങ്ങനെയും പറയാം. സജിൻ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. സംസാരിച്ചോ? ഇങ്ങനെയല്ല, കുറച്ച് പ്രൈവറ്റ് ആയിട്ട്. പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ശ്രീലക്ഷ്മി, ശരിയാ, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഫീലിങ്സ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. എനിക്ക് ആ ഫീലിങ്സ് ഉള്ള സമയത്ത് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്, നീ എന്നെ നല്ല വൃത്തിക്ക് റിജക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്തായാലും എനിക്ക് നിന്നോട് താല്പര്യമില്ല. നീ അതന്നെയാ പറയാൻ വരുന്നതെന്നുള്ളത് എനിക്കറിയാം. ഐ എം റിയലി സോറി. ചേടാ, എന്റെ തങ്കമേ. ഓക്കെ. അല്ല, അർജുൻ എവിടെ? അർജുന അവൻ്റെ വൈഫിൻ്റെ കൂടെ ഉണ്ടാവും. എന്തിനാ മോളെ? ആളെ വിട്ടേക്ക്. എന്നാ ഞാൻ പോവാ. ബൈ. ബൈ. ബൈ ചേച്ചി. ഓയ്. എന്തേ? താങ്ക് യു. എന്തിന്? അല്ല, എനിക്ക് തന്ന പ്രോമിസ് ഒക്കെ പാലിച്ചല്ലോ. അതിന്. ഈ പ്രോമിസ് എനിക്ക് മാത്രല്ല കേട്ടോ ബാധകം, ഇയാൾക്കും കൂടെ ബാധക. ഞാൻ ചേട്ടനല്ലാതെ വേറെ ഒരു ചെക്കനെ നോക്കൂല. ഉറപ്പാ? പ്രോമിസ്. എന്നാ കുഴപ്പമില്ല. പോയാലോ എന്നാ? പോവാൻ നടക്ക്. വാ. ഇയാളിതെന്താ ചെയ്യുന്നേ? നീ കയറി അങ്ങ് ഓടിക്കി, ഞാൻ വേണേ ഓടിക്കും. ചെല്ല് പോ. ഇതെന്താ നിന്റെ മുഖത്ത്? എന്താ? അതൊന്നുമില്ല. ഒന്നുമില്ലേ അർജുനേട്ടാ? ഭയങ്കര റൊമാൻറ്റിക് ആയെന്ന് തോന്നുന്നു. പോടാ. അതാ വണ്ടി വന്ന് ആ ബാഗ് എടുത്തേക്ക്. നീ എന്നെ ഒഴിപ്പിച്ചു വിടാനൊന്നും നോക്കണ്ട. എന്താ സജിനെ നിനക്കെന്താ ഭയങ്കര ചിരിയൊക്കെന്ന്? എനിക്കൊരു കുഴപ്പമില്ല, നീ ഒന്ന് പൊയ്ക്കേ. നടക്കട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എന്തേ? ഞാൻ ശ്രീലക്ഷ്മിനെ കണ്ടിനടാ. എന്തു പറഞ്ഞേ? എന്തു പറയാൻ? അവൾ സാരി കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ട് എന്നോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇന്നാണല്ലോ അല്ലേ അവളെ മറ്റേ കല്യാണം. എന്തു പറഞ്ഞു? എന്നിട്ട് ഞാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അവക്ക് പഴയ ഫീലിങ്സ് ഇപ്പോഴാണോ അടിക്കുന്നേ? വെറുതെ കോഴിത്തരം കാണിക്കാൻ. അതൊന്നും നല്ല രസം. അവക്ക് എന്നോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണമെന്ന്. കൊള്ളാലോ. എന്നിട്ടെന്താ? ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒക്കെ പോയി, നീ അന്ന് തന്നെ റിജക്ട് ചെയ്തതല്ലേന്ന് ചോദിച്ചു. പാവണ്ട്. എന്തിനാടാ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഓക്കെ പറഞ്ഞിട്ട് നിന്നെ അവൾ ചോദിച്ചേ. എന്റെ അമ്മോ, എന്നെയോ? എന്തിന്? നിന്നെ അടുത്ത വളയ്ക്കാൻ വിചാരിച്ചിട്ടേക്ക്. എന്നാ അവൾ അന്ത്യം നടക്കൂ. എന്നെ വളയ്ക്കാൻ അവള് സമ്മതിക്കൊന്നുമില്ല. നമ്മൾ എൻ്റെ നല്ലൊരു പെടലാ പെട്ട്.
സ്നേഹം കൊണ്ടല്ലേ അളിയാ, വിട്ടേക്ക്. പറഞ്ഞ പോലെ എന്നാ അളിയന്റെ അളിയൻ വരുമല്ലോ അല്ലേ? ആടാ, എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് അവനെ സോപ്പിട്ടെടുക്കണം. നീ കുറച്ച് ഐഡിയ പറഞ്ഞു തരണം കേട്ടോ. ആടാ, ഇനി ഞാൻ അതിന് ഐഡിയ പറഞ്ഞു തന്നിട്ട് അവസാനം എന്റെ തലയിലേക്ക് ഇടുന്നീ. പ്ലീസടാ, നല്ല കുട്ടിയല്ലേ. നോക്കാം. ഞാനെന്നൊന്ന് വീട്ടിൽ പോട്ടോ. ഏത് വീട്ടില്? അമ്മേന്റെ വീട്ടില്. മറ്റന്നാൾ അവിടെ കല്യാണല്ലേ. പോയിക്കോ. ഞാൻ വരണോ? നീ വരണ്ട, ഞാൻ സ്റ്റേ ചെയ്യാൻ പോവാ. ഞാനൊരു 4 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഒന്നും പറ്റൂലേ? എന്താടാ നിനക്ക്? വേണ്ട, നീ 4 ദിവസം ഒന്നും മാറിക്കണ്ട. കൂടിപ്പോയാ ഒരു ദിവസം. ഞാനായിരുന്നു നിന്റെ ഭാര്യ. എടാ എന്ത്? നീ പോയ എനിക്ക് ബോറടിക്കും. പോലടാ മുത്തേ. നോക്കാം, നീ കേറ്. അതാണ് എന്റെ ചെക്കൻ. നീ കേറടാ, എന്നെ സോപ്പിട്ട് തന്നത് മതി. എന്നാ വാ. നിന്റെ ചേട്ടൻ വന്നോ? ആർക്കറിയാം. നിനക്കൊന്ന് വിളിച്ചു നോക്കി കൂടെ പെണ്ണേ? ആ വണ്ടിയിലിരിക്കുമ്പോ മൊത്തം അവൻ എന്നെ വിളിച്ചോണ്ടായിരുന്നേ. ഇനി എനിക്ക് വിളിക്കാൻ വയ്യ. പ്രൊട്ടക്റ്റീവ് ബ്രദർ തന്നെ. പ്രൊട്ടക്റ്റീവ് അല്ല, മെനക്കേടാ. അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളെ ചേട്ടന്മാരെ വിഷമം ഞങ്ങൾക്ക് അറിയൂ. ഉറക്കം വരുന്നില്ലേ? എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? നല്ലോണം. എന്നാ അവിടെ കിടന്നോ? പതുക്കെ പോയാ മതിട്ടോ. അതെന്തേ? അല്ല, കുറച്ചേരം കൂടി നമുക്കിങ്ങനെ ബൈക്കിൽ പോവാലോ. ആയിക്കോട്ടെ. പോട്ടെ. വന്നോ നിന്റെ ചേട്ടൻ? വന്ന്. ആ കാർ അവന്റെ ആണോ? അതെ. ഫോർച്യൂണറൊക്കെയോ? ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ചേ? റിച്ച് ഫാമിലി തന്നെടേ. നമ്മളൊക്കെ പാവങ്ങൾ. ചേട്ടനെ കല്യാണം കഴിച്ചാ ഈ കാറൊക്കെ ചേട്ടനുള്ളല്ലേ? എനിക്ക് വേണ്ട കാറൊന്നും. എന്തോ? എനിക്ക് നിന്നെ മതി. എന്റെ വീട്ടില് ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വരട്ടെ? എന്നെ കൂട്ടിക്കൊണ്ടാ വരുമോ? മോളെ നീ കളിക്കല്ലേ. നമുക്ക് എങ്ങനെ സമ്മതിപ്പിച്ചെടുക്കാം. അതിന് മാത്രമുള്ള ധൈര്യം എനിക്കില്ല. ഈ ചേട്ടനൊരു പേടിത്തോണ്ടനാ. അർജുനായിട്ടൊക്കെ കണ്ടു പഠിക്കി. അർജുനെ അറിയാം. അവളെ വീട്ടുകാർ ബാക്കിൽ വരില്ലാന്ന്. നിന്റെ വീട്ടുകാർ അങ്ങനെയല്ല. ഞാനെങ്ങനെ നിന്നെ കൊണ്ടുപോയാലേ എന്നെ കൊന്നു കളയും. അതിന് കൊല്ലം ഞാൻ സമ്മതിച്ചിട്ടുണ്ടേ. നിന്റെ സംഭവം ഒന്നും അപ്പൊ നോക്കൂല. നമ്മളെന്തിനാ വേണ്ടതൊക്കെ ആലോചിക്കുന്നേ? ഞാൻ നിന്നെ ഇവിടുന്ന് കെട്ടി തന്നെ കൊണ്ടുപോകും. പോരെ? കണ്ടാ മതി. ഞാൻ പോട്ടെ. ആ മുള്ളമ്മന്നിക്ക് ഡൗട്ട് അടിക്കും. മുള്ളമ്മന്നിയോ? യാ മൈ ചേട്ടൻ. നീ എന്തിനാ അവനെ അങ്ങനെ വിളിക്കണേ? ചേട്ടൻ ഇതുവരെ എന്റെ ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. ഒരു മുള്ളമ്പന്നിയുടെ കട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ സ്നേഹം കൂടുമ്പോ വിളിക്കുന്നതാ മുള്ളമ്പന്നീന്ന്. നല്ല ചേട്ടനും അനിയത്തി. എന്നാ പോയിക്കോ. നോക്കി പോട്ടോ. എത്തിയിട്ട് വിളിക്കണേ. ആടാ. പിന്നെ പറ. എന്ത്? കളിക്കല്ലേ, പറ. എന്താ പറയണ്ടേ? മറന്നാ? അതോ. നീ ഫസ്റ്റ് പറ. എപ്പോഴും ഞാനല്ലേ ഫസ്റ്റ് പറയുന്നത്. ഇന്ന് നീ പറ. ലവ് യു. ലവ് യു ടു. പോയിക്കോട്ടോ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കണ്ണൊക്കെ എന്തോ ആയിണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. ഹലോ. എപ്പോ വന്ന്? കുറച്ചേരായി. എന്തേ? നിന്റെ തലക്ക് വരുമ്പോ എന്താ പറ്റുന്നേ? എന്താ പ്രശ്നം? എന്റെ പൊന്ന് കിച്ചോ, നല്ല കോലുണ്ട് കാണാൻ. ചേട്ടാന്ന് വിളിക്കടി. ചേട്ടനാന്ന് തോന്നണ്ടേ? എന്റെ ചേട്ടൻ ഇങ്ങനെയല്ല. അവിടുന്ന് മുടി വെട്ടുമ്പം ഈ സ്റ്റൈലിൽ വെട്ടാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ? നല്ല കോലുണ്ട് എന്തായാലും. ദേവി, ഇത് രാവിലെ നിന്റെ മുന്നിലൊന്ന് നിക്കല്ലേ. ഞാൻ രാവിലെ തന്നെ ചിരിച്ചു ചാവും. കഴിഞ്ഞോ? എന്ത്? അല്ല, ഈ കളിയാക്കല്ലേ? അത് തീരൊന്നുമില്ല. ഇതേ പ്രതികാരമാണ്. പണ്ട് നീ എന്നെ കളിയാക്കിയതിനൊക്കെ ഞാൻ തിരിച്ചു കളിയാക്കും. നീ എന്തേലും ചെയ്. എന്തു പറ്റി? ഭയങ്കര മൂകതയിലാണല്ലോ. ഒന്നും പറ്റിയിട്ടില്ല. അല്ല ചേട്ടാ, മമ്മി പപ്പ എന്താ വരാഞ്ഞേ? അവർക്കേ അവിടെ പണിയുണ്ട്. നിന്നെ പോലെയല്ല. നിനക്ക് അവരെ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞതല്ല അങ്ങോട്ട് വന്നോളെ. എനിക്ക് ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. അവിടെ നിന്ന് പഠിച്ചാ നിനക്ക് കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ കിട്ടും. പറയുന്നത് കേക്ക്. ഞാൻ വരില്ല. എന്നാ നീ എന്താ വെച്ചാ ചെയ്. ഇവിടെ ആകുമ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാലോ അല്ലേ? വേണ്ടട്ടോ ചേട്ടാ, എനിക്ക് വേണ്ട എന്താ എന്റർടൈൻമെന്റ്. നിനക്ക് മാത്രം പുറത്തു പോയാൽ മതിയോ? എന്ന് പോയതാ? ഞാൻ മെഞ്ഞാന്ന്. എവിടേക്കായിരുന്നു ട്രിപ്പ്? ഇവിടെ അടുത്തൊരു റിസോർട്ടിലേക്ക്. നിന്നോട് അത് എത്ര നേരത്തെ കയറി വരാൻ പറഞ്ഞേ. അതുകൊണ്ടാ പകുതിക്ക് വെച്ച് വരേണ്ടി വന്നത്. നല്ല രസമുണ്ടായിരുന്നു. അയ്യടാ, നീ പറയണല്ലോ എനിക്ക് വരാൻ. റൂം പോവാൻ നോക്ക്. പോ ചെല്ലി. വലിയ ചേട്ടൻ കളിക്കല്ലേ? കളിച്ചാ എന്റെ അടുത്തുനിന്ന് വാങ്ങും, ഇത്ര തന്നെ. ഡിഡി വേണ്ടേ? എന്ത് വേണ്ടാന്ന്? എനിക്ക് പഴയ ശക്തിയൊക്കെ ഇപ്പോഴും ഉണ്ട്. പണ്ടൊരു മാന്തി കിട്ടിയത് ഓർമ്മ ഉണ്ടല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. പിന്നെ നീ എടുക്കങ്ങോട്ട് വാ. ചിന്മയെ അടങ്ങി നിന്നോ? എന്നാ ഈ കിരണും അടങ്ങി നിന്നോ. പേര് വിളിക്കുന്നോ? നിന്നെ ഞാൻ അമ്മേ, ചേട്ടന് ഭ്രാന്താണേ. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. കൂരിട്ടെ.